ഹായ് ഫ്രണ്ട്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം പൊതുവേ ഈ വലിയ ചാനൽ ആയാലും പൊതുവെ ചെറിയ തുടക്കക്കാരാണെങ്കിൽ പോലും അവർക്കെല്ലാവർക്കും ഷോർട്സിനായാലും വീഡിയോസിനായാലും എല്ലാം വ്യൂസ് പൊതുവെ കുറവാണ് കേട്ടോ. അപ്പം ഈ കുറവെന്ന് പറയുന്നത് വെച്ച് നിങ്ങൾ അത്ര വലിയ വിഷമിക്കുകയൊന്നും വേണ്ട. എന്നാൽ ഈ നമുക്ക് ഒരു 500, 600 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 500, 600 ഷോർട്സിനോ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് അതൊരു 10, 40, 20 അങ്ങനെയൊക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സൂക്ഷിക്കണം. കാരണം അത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടും ഒരു വിഷമത്തിനുള്ള കാരണമാണ്. അല്ലാതെ പൊതുവെ കുറച്ച് എല്ലാവർക്കും വ്യൂസിനൊക്കെ വരുന്നുണ്ട്, ഷോർട്സിനായാലും വീഡിയോസിനായാലും. പക്ഷേ ഒരുപാട് കുറവാണ് നമുക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ തുടരെ അങ്ങനെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സൂക്ഷിക്കണം. വളരെയധികം വ്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പം അങ്ങനെ വെറുതെ ഒന്ന് ഇരുന്നിട്ട് എനിക്ക് വ്യൂസിലെ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞ് നടക്കേണ്ട കാര്യങ്ങളില്ല. നമ്മൾ തന്നെ നമ്മുടെ ചാനലിലൊന്ന് ചെക്ക് ചെയ്തിട്ട് അത് ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞ് വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാൽ തന്നെ മതി. അത് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് അതിനെക്കുറിച്ചാണ്. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളും ഫലപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഒന്ന് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ മറുപടി എന്താണെന്ന് വെച്ചാൽ അതൊരു കമൻറ്റ് രീതിയിലൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തെറ്റ് ചെയ്യുന്നവരായിരിക്കും. കഴിവതും പുതിയതായിട്ട് വരുന്നവരാണ് ഈ തെറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ റെഗുലറായിട്ട് നമ്മളൊരു ഷോർട്സോ വീഡിയോസോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുക്കിങ്ങിൻ്റെ വീഡിയോസ് നമ്മളിപ്പോൾ ഇട്ടിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചു. അങ്ങനെ ഇരിക്കൽ തന്നെ നമ്മളത് പെട്ടെന്ന് അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ഡാൻസിൻ്റെയോ അല്ലെങ്കിൽ മറ്റു കോമഡിയുടെ അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോസോ ഷോർട്സോ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിലും അവിടെ തീരും നമ്മുടെ ഈ നമ്മുടെ കണ്ട് ഇഷ്ടപ്പെടുന്ന നമ്മളെ കുക്കിംഗ് കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമുക്ക് ആ ഒരു കുക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുമെന്നറിയാമോ, മാക്സിമം സ്കിപ്പ് ചെയ്ത് പോകും. നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഒന്നും കാണാതെ മാക്സിമം അവർക്ക് ഇഷ്ടമില്ല, താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവർ സ്കിപ്പ് ചെയ്ത് പോകും. നമുക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കാണെങ്കിലേ അതിൽ നിന്നും വ്യൂസ് കിട്ടുന്നത് പോലും അതിൻ്റെ ഒരു റീച്ച് കുറഞ്ഞ് വ്യൂസ് കിട്ടാതാകുകയും വേണമെങ്കിൽ നമ്മളെ ഒരു അൺസബ് ചെയ്യാൻ വരെയുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറഞ്ഞു വരാനുള്ള സാധ്യത വരെയുണ്ട്. അങ്ങനെ നമ്മുടെ നമ്മുടെ യൂട്യൂബ് മറ്റ് റെക്കമെൻഡൊക്കെ നമ്മുടെ റെക്കമെൻഡേഷൻ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മളെ സബ് ചെയ്തവർ അവർ കാണാൻ ആഗ്രഹിക്കാത്ത റീൽസൊക്കെയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരാണെങ്കിൽ ആ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്ത് അങ്ങ് പോകുന്നതനുസരിച്ച് നമ്മളുടെ വ്യൂസ് കുറഞ്ഞു പോകുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വ്യൂസ് കുറഞ്ഞ് നമ്മുടെ നമുക്ക് റെക്കമെൻഡ് എല്ലാം പോയി നമ്മുടെ വ്യൂസ് ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ അറിയാതെ പോലും ചെയ്യുന്ന ഒന്നാമത്തെ തെറ്റ്. അതുപോലെ തന്നെ പല പരീക്ഷണങ്ങളും നമുക്ക് പരീക്ഷിക്കാം നേരത്തെ. അതായത് നമുക്ക് ചാനൽ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ 2-3 മാസം നമുക്ക് ചാനൽ തുടങ്ങുന്ന ആ ടൈമിൽ നമുക്ക് പല രീതികൾ പരീക്ഷിച്ചിട്ട് നോക്കാം. കാരണം ഏതിട്ടാലാണ് നമ്മൾ വിജയിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഇടാം. പക്ഷേ ഒരു 5-6 മാസം ഒക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെ പറ്റൂല കേട്ടോ. അപ്പോൾ എന്തിനാണ് നമുക്ക് ഏറ്റവും കൂടുതലും വ്യൂസും കാര്യങ്ങളും വരുന്നതെന്ന് വെച്ചാൽ അത് നല്ല രീതിയിലാക്കി ഇടുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ YT സ്റ്റുഡിയോ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഈ YT സ്റ്റുഡിയോയിൽ നമുക്കിപ്പം വ്യൂസ് ഇല്ലേ എന്ന് പറഞ്ഞ് മറ്റ് ചാനലുകളിലൊക്കെ പോയി പരാതി പറയേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ YT സ്റ്റുഡിയോയിൽ പോയി ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊണ്ട് നമുക്ക് ആ തെറ്റ് തിരുത്തി നമുക്ക് മാക്സിമം നമുക്ക് വ്യൂസും കാര്യങ്ങളും കൂട്ടിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോസ് അതിനെക്കുറിച്ചാണ്. അപ്പം നമുക്ക് ആ വീഡിയോസിലോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണം കേട്ടോ. നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ അനലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷനെ പിടിച്ചൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്തത് പോകുന്നത് ഓഡിയൻസ് ഒക്കെ കാണുന്ന അതേ രീതിയിൽ ഓഡിയൻസ് എന്ന് കണ്ടൻറ്റ് റവന്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതുണ്ട്. വെൻ യുവർ വ്യൂസ് ആർ ഓൺ യൂട്യൂബ് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത് കണ്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഓഡിയൻസിൻ്റെത്. അത് ഡാർക്ക് കളറിലിരിക്കുന്നതാണ് നമ്മുടെ ഓഡിയൻസ് ശരിക്കും നമ്മുടെ കാണുന്നത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡാർക്ക്
കളറായിട്ടിരിക്കുന്ന ആ 11:59 17:59 എന്നും പറഞ്ഞുകൊണ്ടായി എൻ്റെത് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ആ ടൈം അനുസരിച്ച് ഞാൻ റീൽസ് ആയാലും വീഡിയോസ് ആയാലും ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് കയറുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് ഇടാത്തത് കൊണ്ട് ഷോർട്സാണ് കൂടുതലും ഞാൻ ഇടുന്നത്. അപ്പോൾ ആ ഷോർട്സാണ് എനിക്ക് ഏറ്റവും കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് ഇട്ട് നോക്കിയാൽ നന്നായിട്ട് നിങ്ങൾക്ക് വ്യൂസ് കിട്ടാൻ സാധ്യത. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടല്ലോ. ഞാനാണെങ്കിൽ ഇതുപോലെ എനിക്ക് ഷോർട്സും കാര്യങ്ങളൊക്കെ കുറവ്, ഇതുപോലെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവ് വന്നപ്പോൾ ഞാൻ ഇതുപോലെ നോക്കിയിട്ട് ആ ഡാർക്ക് നോക്കിയപ്പം എൻ്റെ ആ ടൈമൊക്കെ അതിനകത്തുണ്ടല്ലോ. അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് എല്ലാവരും ഒരുപോലെയുള്ള ടൈമൊന്നും ആയിരിക്കില്ല യൂട്യൂബ് കൊടുത്തേക്കുന്നത്, ആ ഓഡിയൻസ് കാണുന്നത്. അപ്പോൾ ഓഡിയൻസ് ഏതൊക്കെ ടൈമാണ് ഏറ്റവും കൂടുതലും ഡാർക്കായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഓഡിയൻസ് കാണുന്ന ടൈമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ടൈമിൽ നിങ്ങളുടെ വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കും. 1-2 ദിവസമൊക്കെ ഇട്ട് നോക്കുമ്പോൾ പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് എന്തായാലും 1-2 അടുപ്പിച്ച് 2-3 വട്ടമൊക്കെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ഇട്ട് നോക്ക് അങ്ങനെയൊക്കെ. അല്ലാതെ ഇതൊന്നും ആരോടും ചെന്ന് ചോദിക്കേണ്ട കാര്യങ്ങളില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമുക്ക് തന്നെ അത്യാവശ്യം നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. നല്ല നല്ല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചേർത്തൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ടാണ് എൻ്റെ ഷോർട്സ്, അതായത് ഞാൻ വീഡിയോസ് ഒന്നും ഞാൻ അധികം ഇടാറില്ല. ഇപ്പോൾ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1-1.5 ആഴ്ചയൊക്കെ 2 ആഴ്ചയോളം ആകുന്നതേ ഉള്ളൂ. എനിക്ക് വീഡിയോസിനകത്തൊക്കെ വ്യൂസൊക്കെ ഇപ്പം കുറവാണ്. അതേസമയം നിങ്ങളെൻ്റെ ഷോർട്സൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഈയൊക്കെ ടൈമിൽ ഇങ്ങനെയൊക്കെ നോക്കി ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വ്യൂസ് മാത്രമല്ല, നമുക്ക് എന്താ പറയുക, നമ്മൾ കറക്റ്റായിട്ട് ആ ടൈമിൽ അങ്ങനെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഓഡിയൻസ് കാണുകയും നമുക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ കിട്ടുകയും അതുവഴി മറ്റുള്ള ചാനലിലേക്ക് നമുക്ക് നേരിട്ട് റെക്കമെൻഡേഷൻ കിട്ടുകയും യൂട്യൂബിൽ നിന്ന് കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും വ്യൂസും കാര്യങ്ങളും കിട്ടും. നമുക്ക് മോണിയാകാത്തവർക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസിനകത്തൊക്കെ വ്യൂസൊക്കെ കൂടിക്കഴിഞ്ഞാൽ തന്നെ മോണിയാകാത്തവർക്ക് പെട്ടെന്ന് തന്നെ വാച്ചർ കംപ്ലീറ്റ് ആയി മോണിയാകാനും അതുപോലെ മോണിയായവർക്ക് ഡോളർ കൂടാനും ഒക്കെ പറ്റും കേട്ടോ. നമുക്കെന്ന് വെച്ചാൽ എനിക്കിപ്പം അത്യാവശ്യം എൻ്റെ ഷോർട്സ് എനിക്ക് വീഡിയോസിനകത്തും നല്ല കേട്ടോ. ഞാനെന്നാൽ പക്ഷേ ലൈവ് ഇടുന്നുണ്ട്, എന്നാലും ലൈവിനകത്തൊന്നും നമുക്ക് അധികം എന്താ പറയുക ഡോളറും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് മാക്സിമം ഇപ്പം കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മാസം കൊണ്ട് എനിക്ക് സത്യത്തിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഷോർട്സിനകത്തു നിന്നാണ്. ഷോർട്സ് എന്ന് വെച്ചാൽ 2-3 ലക്ഷമൊക്കെ ആയ ഷോർട്സിനകത്തുനിന്ന് നമുക്ക് $3, $1, ഒരു ദിവസം $1, $1.5, അതുപോലെ $3, $2.5, ഇങ്ങനെ 2.73 അങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡോളർ കിട്ടി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാനിപ്പോൾ ലൈവൊക്കെ അങ്ങ് കുറവാണ് ഞാൻ ഇടുന്നത്. കാരണം എനിക്ക് എൻ്റെ അത്യാവശ്യം ഷോർട്സിനകത്ത് എനിക്ക് എന്താ പറയുക ഡോളർ ഇതുപോലെ വ്യൂസ് കൂടുന്നതുകൊണ്ട് നമുക്ക് ഡോളറും കാര്യങ്ങളും കൂടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കുക. അങ്ങനെ ഷോർട്സും കുറച്ചൊന്നും ആരും കാണേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഷോർട്സിനകത്തും ഇതുപോലെ വ്യൂസും കാര്യങ്ങളും കിട്ടിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഏണിങ്സൊക്കെ കൂടാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും മറ്റുള്ളവരിലേക്ക് കൂടുതലും നമ്മളെ ആകർഷിക്കുന്നത് ഷോർട്സാണ് കേട്ടോ, വീഡിയോസ് മാത്രമല്ല. അപ്പം ഞാനിപ്പം അത്യാവശ്യം കൊണ്ട് ഇപ്പം കുറച്ച് വീഡിയോസും കൂടി ഇട്ട് തുടങ്ങുന്നുണ്ട്. കാരണം ആദ്യമേയൊക്കെ നമുക്ക് വലിയ രീതിയിലൊന്നും വീഡിയോസിന് എനിക്കെന്നല്ല ആർക്കും അധികം വ്യൂസൊന്നും വരികയില്ല. പക്ഷേ നമ്മൾ റെഗുലറായിട്ട് തുടരെ ഇട്ടിട്ട് ഒരു മാസമോളമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിത്തുടങ്ങും. അതായത് വ്യൂസും കാര്യങ്ങളും കിട്ടിത്തുടങ്ങും. നമ്മൾ സ്ഥിരമായിട്ട് ഇടുകയാണെങ്കിൽ യൂട്യൂബർ അത് ഒന്ന് ചെക്ക് ചെയ്ത് നല്ലതാണെന്നും നല്ല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലോട്ടൊക്കെ റെക്കമെൻഡ് ചെയ്യുകയും നമുക്ക് അതിനുള്ള ആ ഒരു ബെനിഫിറ്റൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പം ഇത്രയും ലെങ്തി ആയതെന്ന് വെച്ചാൽ ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഇതൊന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ റിപ്ലൈ ഒക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോസുമായിട്ട് പിന്നെ വരുന്നുണ്ട്. ബൈ.